കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന ലേഖനത്തിൽ ഉറച്ച് ശശി തരൂർ. ലേഖനം വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്നും കേരളത്തിന്റെ സമ്പൂർണ്ണ സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്തുന്നതല്ല തന്റെ ലേഖനമെന്നും തരൂർ പറഞ്ഞു. അല്പം മുമ്പ് 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലേഖനം എഴുതിയത് എന്നും തരൂർ ചൂണ്ടിക്കാട്ടി. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം 100% കൃത്യമാണെന്ന്. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിന്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു 100% മാർക്ക് കൊടുത്തിട്ടില്ല. കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ്. രാഷ്ട്രീയം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടിട്ടില്ല. ആ വികസനത്തിന് വേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൂട്ടണം. അതാണ് എൻ്റെ ഒരു ആവശ്യം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നിലപാട് ആവർത്തിച്ചതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോടുള്ള വിശദമായ പ്രതികരണം തരൂരിൻ്റേത്. എന്നാൽ തരൂരിനെ തള്ളി UDF നേതാക്കൾ ഇന്നും രംഗത്തെത്തി. ശശി തരൂരിന്റെ അഭിപ്രായം അടിസ്ഥാനരഹിതമാണെന്നും തരൂരിന് സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം പറയണമെന്നും MM ഹസൻ പറഞ്ഞു. നേരത്തെ ഒരു പാർട്ടിയുടെ MP കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറണമെങ്കിൽ അതിനും തയ്യാറാണെന്നാണ് ഹസന്റെ ഈ ആരോപണത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് തരൂർ മറുപടി നൽകിയത്. അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ സ്വതന്ത്ര എന്താണ് നിക്ഷേപകരെ കേരളത്തിലേക്ക് വരുന്നതിൽ നിന്ന് തടയാനാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമെന്ന് നേരത്തെ EP ജയരാജൻ ഈ ശശി തരൂർ വിവാദത്തോട് പ്രതികരിച്ചു. നിക്ഷേപ സൗഹൃദമല്ലേ ഈ കേരളം? ഈ കേരളം നിക്ഷേപ സൗഹൃദമെന്ന് അനുഭവസ്ഥർ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ താല്പര്യമുണ്ടാകാം. പലരും പല കുപ്പായവും തയ്പ്പിച്ച് നടക്കുന്നവരുണ്ടാകും. അവരെല്ലാം ജനങ്ങളിൽ ഒറ്റപ്പെടുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരെയെല്ലാം ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളം വികസനോന്മുഖമായ കേരളത്തെ നിരാശപ്പെടുത്താൻ, കേരള ജനതയെ നിരാശപ്പെടുത്താൻ, നിക്ഷേപകരെ തിരിച്ചയക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. വ്യവസായ രംഗത്ത് കേരളത്തിന്റെ നേട്ടത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനത്തിൽ കോൺഗ്രസിൽ അമർഷം കനക്കുകയാണ്. പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ AICCയെ സമീപിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, കോൺഗ്രസിനകത്ത് വലിയ വിവാദമായിട്ട് ഇതിനകം തന്നെ ശശി തരൂരിൻ്റെ ലേഖനവും തുടർ പ്രസ്താവനകളും മാറിക്കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ CPMൻ്റെ സർക്കാരിനെയും വ്യവസായ വകുപ്പിനെയും വാനോളം പുകഴ്ത്തുന്ന ശശി തരൂരിൻ്റെ നിലപാട് വലിയ പ്രശ്നങ്ങൾക്ക്, എതിർപ്പിന് കാരണമായിട്ടുണ്ട്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ശശി തരൂർ ഇത്രയ്ക്ക് വിമർശനം ഉയർന്നിട്ടും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറാകാത്തത്? ഇതിൽ സംസ്ഥാനത്തെ നേതാക്കൾ വലിയ വിമർശനം ഉയർത്തിയപ്പോഴും അദ്ദേഹം അണുവിട പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ അവസാനം നൽകിയ പ്രതികരണത്തിൽ പോലും സൂചിപ്പിക്കുന്നത്. നിലവിലെന്തായാലും നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം CWC അംഗമാണ്. ഇപ്പോൾ MM ഹസൻ അല്പം കൂടി കടത്തി ആ പ്രവർത്തക സമിതി അംഗത്വം ഒഴിഞ്ഞതിന് ശേഷം ഇത്തരം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ലേഖനം എഴുതണമെന്നാണ് പറയുന്നത്. അതിന്റെ മറുപടിയും വേണമെങ്കിൽ ഒഴിയാം എന്നുള്ളത് തന്നെയായിരുന്നു. ഔദ്യോഗികമായി AICC സമീപിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിലും ഹൈക്കമാൻഡിനെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഒരു വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു താക്കീതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ നമുക്ക്
അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. ഒരു മയപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു തിരുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ലീഗ് അടക്കം, മുസ്ലിം ലീഗ് അടക്കം പരസ്യമായിട്ടല്ലെങ്കിലും ഇത്തരത്തിൽ കേരളത്തിലെ വ്യവസായ രംഗത്ത് പുരോഗതി ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് എന്നടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് വരികൾക്കിടയിലൂടെ ആ വിമർശനം ഉയർത്തുന്നത് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഇടതു സർക്കാരല്ല ഇത് കൊണ്ടുവന്നത്, അത് മുൻപേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സ്റ്റാർട്ടപ്പ് വികസനം വന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയിലെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു നിലപാട് മയപ്പെടുത്തൽ അതിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും AK സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ ഈ വ്യാവസായിക രംഗത്ത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് മിഷനുകൾ കൊണ്ടുവരികയും അതിൽ ഒരു വളർച്ച നേടുകയും ചെയ്തതാണ് എന്നതും പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു തിരുത്തൽ ഉണ്ടാകുന്നില്ല. നിലവിൽ CPM-ലെ നയം മാറ്റം വ്യാവസായിക രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കി. അതിന്റെ കണക്കുകൾ വെച്ചാണ് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം ഇന്ന് രാവിലത്തെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണെങ്കിലും അത് തന്നെ വിശദീകരിക്കുകയാണ്. ആ മയപ്പെടുത്തലുണ്ട്, പക്ഷെ തിരുത്തൽ ഉണ്ടാകുന്നില്ല. നിലവിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഖനം വായിക്കാൻ അഭ്യർത്ഥിക്കുന്നു, വീണ്ടും അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയാണ്. നേരത്തെ ഇന്നലെ ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നിലവിൽ എന്തായാലും അവസാനത്തെ പ്രതികരണത്തിലും വേണമെങ്കിൽ താൻ പ്രവർത്തക സമിതി അംഗത്വം ഒഴിവാകാം, അതിന് വേണമെങ്കിൽ തയ്യാറാണെന്ന കടുംപിടുത്തിലേക്ക് വരെ അദ്ദേഹം പോകുന്നുണ്ട്. എന്നാലും സംസ്ഥാന നേതൃത്വം രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചതും. ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടാണെങ്കിൽ ഔദ്യോഗികമായി പരാതി നൽകില്ല, പക്ഷേ ഹൈക്കമാൻഡിനെ സമീപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സനീഷ്. ബിനിൽ, ഇതിനകത്ത് ശശി തരൂർ പറഞ്ഞ ഫാക്ട് നിഷേധിക്കാനാകാത്തതാണ് എന്നൊരു അഭിപ്രായം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വരുമല്ലോ. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും സുപ്രധാനമായ സമിതിയിലെ അംഗമായിരുന്നുകൊണ്ട്, കോൺഗ്രസ് നേതാവായിരുന്നുകൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ CPM-ന് അനുകൂലമായിട്ട് വരുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറയാമെന്നല്ലാതെ അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടും രേഖകളുള്ള കാര്യമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അക്കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യവസായ വകുപ്പിൻ്റെ പെർഫോമൻസിൻ്റെ നില ചർച്ചയായി കേരളത്തിൽ P. രാജീവ് പറഞ്ഞു നടക്കുന്ന അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള, വകുപ്പിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ചർച്ചയാകും. അപ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്നാണ് വിചാരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം? നിലവിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ കുറിപ്പിൽ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത്, ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ് ഈ ലേഖനം എഴുതിയെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിനൊരു മറുപടി അദ്ദേഹം ഇന്നലത്തെ പ്രതികരണത്തിലും ഇന്നും നൽകിയിരുന്നു. അത് 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കണക്കുകൾ സഹിതം ഇത് വ്യക്തമാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് സംസ്ഥാന സർക്കാരോ CPM-ഓ കൊണ്ടുവരുന്നതല്ല, അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് വെച്ചാണ് താൻ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പ് കൂടുതൽ വരാൻ കാരണം ആ നയമാറ്റമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിന് കണക്കുകൾ കൃത്യമായി പറയുന്നു. അത് പക്ഷേ ഒരു രാഷ്ട്രീയമായി എതിർക്കൽ മാത്രമാണ് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കുക. അതിനവർ പറയുന്ന പാർട്ടിക്കുള്ളിൽ അവർ ഉന്നയിക്കുന്ന കാര്യം ഇതാണ്. കാരണം ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്ക് നിൽക്കെ ഒരു മുതിർന്ന നേതാവ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത ഘടകമായ അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ, ഒരു ലേഖനം എഴുതുമ്പോൾ, ഇടതു സർക്കാരിന് അനുകൂലമായി ലേഖനം എഴുതുമ്പോൾ അത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവും, അല്ലെങ്കിൽ അതൊട്ടും ഗുണകരമാകില്ല ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ഈ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ശശി തരൂരിനെ എതിർക്കുന്നത്. നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവന ഇനി വേണ്ടതില്ല, അത്തരത്തിലൊരു താക്കീത് വേണം എന്നൊരു ആവശ്യം പ്രത്യേകിച്ച് AICC മുന്നിലേക്ക് വെക്കാൻ തന്നെയാണ് സാധ്യത. അതിനുള്ള നീക്കമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ശരി, നന്ദി ബിനിൽ ആ വിവരങ്ങൾക്ക്. ഏതായാലും ശശി തരൂരിന്റെ ലേഖനം, അതേ തുടർന്ന് അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലാകെ പൊതുവിൽ UDF-നകത്ത് വലിയ വിമർശം അദ്ദേഹത്തിനെതിരായിട്ട്, ശശി തരൂരിനെതിരായിട്ട് വന്നിട്ടുണ്ട്.